അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ തന്നെ എനിക്ക് കുട്ടികൾക്ക് കറക്റ്റ് പാത്ത് കൊടുക്കാനൊരു അവസരം കിട്ടി അന്വേഷിച്ച് വരുമ്പോഴാണ് ഈ ടീച്ചർ ഉപയോഗിച്ചൊരു വാക്കുണ്ട് HUG ഹഗ്. ഹഗ് ഇന്റർനാഷണലിന്റെ ഭാഗമാണ് ഞാനിപ്പോൾ മനീഷ് മോഹൻ സാറിന്റെ. അതുകൊണ്ടാണ് അങ്ങനെ ഞാനിവിടെ വരുന്നത്. അപ്പം ഈ ഹഗ് ആണ് പിള്ളേർക്ക് ഇപ്പം ഇല്ലാത്ത സാർ. ആ ഹഗ് കൊടുക്കാൻ അവർ യുണീക്നെസ് കണ്ടുപിടിക്കാൻ ഇപ്പം ഞങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു ടീം തന്നെയുണ്ട്. ആ ഒരു സ്പർശം എസ്പെഷ്യലി മാതാപിതാക്കളിൽ നിന്ന് ഉണ്ടാകുന്നതാണല്ലോ ഏറ്റവും പ്രധാനം. അതെ. അപ്പൊ അതിന്റെ ഒരു കുറവുണ്ടോ ഇപ്പം? തീർച്ചയായിട്ടും ആ കുറവുള്ളത് കൊണ്ടാണ് താമരതൂല് പൊട്ടിപ്പോയ ലക്ഷണമാണല്ലോ. സത്യം. ആ കുറവുള്ളത് കൊണ്ടാണ് ടീച്ചർമാരെ കെട്ടിപ്പിടിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും കുട്ടികൾക്ക് അവരുടെ യുണീക്നെസ് മനസ്സിലാക്കാനും അവരെന്താണെന്ന് അവരുടെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനുമാണ് ഞങ്ങളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 1983 ഹോവാർഡ് ഗാർഡനർ കൊണ്ടുവന്ന ഇന്റലിജൻസ് ഞങ്ങൾ ടീച്ചേഴ്സിന് അറിയത്തില്ല. അത് പോയി സാറ് ലൈഫ് സ്കില്ലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ കണക്ട് ചെയ്ത് പോകാൻ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ക്ലാസ് പഠിപ്പിക്കുമ്പോൾ. ഇപ്പൊ പഠിച്ചു. പക്ഷെ ഇപ്പൊ എനിക്ക് ഒരു നിരാശ തോന്നുന്നത് ഒരു 10-25 വർഷം മുമ്പ് ഇത് പഠിച്ചിരുന്നെങ്കിൽ എന്റെ മുന്നേ വന്ന കുഞ്ഞുങ്ങളെ എനിക്ക് വല്ലാത്ത രീതിയിൽ കൊണ്ടുപോകാമായിരുന്നു. ആ നിരാശ എനിക്കുണ്ട് ഇപ്പോൾ. അപ്പൊ അത് ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പേരൻസിനോടും ടീച്ചേഴ്സിനോടും ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു പാരന്റിങ്, പോസിറ്റീവ് പാരന്റിങ്, ഞാൻ മുമ്പ് പറഞ്ഞ വേർഡുണ്ട് പാരന്റിങ്. പക്ഷെ എനിക്ക് ആഗ്രഹം അതിന് മുമ്പിൽ ഒരു പോസിറ്റീവ് കൊടുക്കാനാണ്. പോസിറ്റീവ് പാരന്റിങ് ഇല്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. അപ്പം ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ടീച്ചർ എന്താ കാണുന്നത്? അല്ലെങ്കിൽ സ്കൂളിൽ ടീച്ചർ ഇപ്പോൾ ഉത്തരേന്ത്യയിലും പഠിപ്പിക്കാൻ ഭാഗ്യം കിട്ടിയല്ലോ. അപ്പൊ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് അമിതമായ ഭാരം അടിച്ചേൽപ്പിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പ്രശ്നം ഉത്തരേന്ത്യയെക്കാളും കൂടുതൽ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ അങ്ങനെ ടെൻഷൻ ഒന്നുമില്ല. ഇല്ല. ഇവിടെ പേരൻസ് ആണ് കുട്ടികളെ കൂടി ഇരുന്ന് പഠിക്കുന്നത്. സത്യം അതാണ്. അപ്പൊ പിള്ളേർ ഞാനൊരു ഇംഗ്ലീഷ് ടീച്ചറാണ്. നമ്മൾ കൊടുക്കുന്ന പ്രൊനൗൺസിയേഷൻ അല്ല പിറ്റേ ദിവസം വന്ന് പിള്ളേർ ക്ലാസ്സിൽ വായിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് അത് അമ്മ പറഞ്ഞു തന്നാ. അപ്പൊ അമ്മ ഒരു റീഡിംഗ് പ്രാക്ടീസ് കൊടുക്കും. അത് അട്ട ഡിഫറെന്റ് ആണ് സാർ ഞങ്ങൾ പഠിപ്പിച്ചതിനേക്കാൾ. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഞങ്ങൾ പേരൻസിനെ കാണുമ്പോൾ പറയും, അമ്മമാരോട് പറയും ദയവ് ചെയ്ത് വായിക്കാൻ പഠിപ്പിക്കണം, എടുക്കരുത്, ഞങ്ങൾ ചെയ്തോളാം. ആ കറക്റ്റ് അറിയത്തില്ലേ, നിങ്ങൾക്ക് ഇന്റർനെറ്റ് നോക്കാമല്ലോ, അവിടുത്തെ പ്രൊനൗൺസിയേഷൻ കൊടുക്കുക. അപ്പൊ അങ്ങനെ രീതിയിൽ നമുക്ക് വ്യത്യാസമുണ്ട്. പിള്ളേർ വല്ലാത്ത രീതിയിൽ ടെൻസ്ഡ് ആണ് നമ്മുടെ നാട്ടിൽ. അല്ല, നമ്മുടെ കുട്ടികൾക്ക് ഡിപ്രഷൻ ഉണ്ട്, പിന്നെ ഹോർമോണൽ ചേഞ്ച് ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിലൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ കുറെ മാനസിക പ്രശ്നങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഈ സൈക്കോളജിസ്റ്റുകളുടെ സാന്നിധ്യം ഇപ്പൊ എല്ലാ പള്ളിക്കൂടങ്ങളിലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ ചോയ്സ് പോലുള്ള പള്ളിക്കൂടങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും സർക്കാർ സ്കൂളുകളിൽ അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടോ? സർക്കാർ സ്കൂളുണ്ട്. സർക്കാർ സ്കൂളുകളിലേ ഉള്ളൂ സ്ഥിരമായിട്ട്. ഈ പ്രൈവറ്റ് സ്കൂളുകളാണോ ഇല്ലാത്ത? പ്രൈവറ്റ് സ്കൂളുകളിൽ ചില സ്കൂളുകളിൽ മാത്രമേ ഉള്ളൂ. ഇപ്പം സർക്കുലർ വന്നു. ടീച്ചർ എന്റെ ചോദ്യം അതല്ല, ഈ ഉത്തരേന്ത്യയെ പഠിപ്പിച്ചിട്ട് കേരളത്തിലേക്ക് വന്ന് ഇവിടുത്തെ കുട്ടികളെ കണ്ടപ്പോൾ ടീച്ചർ ഒന്ന് പ്രകടമായ വ്യത്യാസം എന്താ? എല്ലാം ഒന്ന് തന്നെയാണല്ലേ? ഒബീഡിയൻസ് അല്ലേ? അതല്ല, അവിടെ ഉത്തരേന്ത്യയിൽ കൂടുതലാണ്. ഇവിടെ ടീച്ചേഴ്സിനോട് ഒരു റെസ്പെക്റ്റും ഇല്ല. അവിടെ ഒരു എക്സാമിന് കയറുന്നതിന് മുമ്പ് ടീച്ചേഴ്സിനോട് അടുത്ത് വന്ന് അനുഗ്രഹം ചോദിച്ചിട്ട് പോകുന്ന പിള്ളേരെ ഞാൻ കാണുന്നത്. ഇവൻ ചില അത് ആകാൻ സാധ്യതയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.